ഹായ് ഫ്രണ്ട്സ്, കുട്ടി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ ചെയ്യാൻ വേണ്ടുന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ നമുക്ക് ചിക്കൻ നഗറ്റ്സ് വീട്ടിലെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ പറഞ്ഞ ആവശ്യമില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചിക്കൻ നഗറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സർ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയിലേക്ക് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചിക്കൻ്റെ ബോൺലെസ് പീസസും യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രെഡാണ്. ഏകദേശം ഒരു 3-4 സ്ലൈസ് ബ്രെഡ് ജസ്റ്റ് ഒന്ന് കീറിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മിക്സർ ഒന്ന് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മസാലാസാണ്. ഏകദേശം ആവശ്യത്തിനുള്ള നമ്മളെ കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി ആഡ് ചെയ്യുന്ന ഓപ്ഷനിലാണ്, അതായത് നമ്മുടെ തൈമും നമ്മുടെ ഒറിഗാനോ എല്ലാം വരുന്നൊരു മിക്സറാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോയ സോസുമാണ്. അപ്പോൾ സോയ സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഉപ്പിൻ്റെ അളവ് അതിനനുസരിച്ച് മാത്രം ഇടുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നഗറ്റ്സിൽ ഉപ്പ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്ര ആഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചെറുതായിട്ട് പൾസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സർ പെട്ടെന്ന് സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മിക്സിയിൽ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന ഈ ഒരു അളവിൽ മാത്രം നിങ്ങളൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാക്സിമം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ നമ്മൾ ഈ മിക്സർ ഒന്ന് സ്മൂത്തായി വരാനാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ ഒക്കെ വെച്ച് റോളിംഗ് പിൻ വെച്ച് റോൾ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി 4 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് നഗറ്റിൻ്റെ പ്രോപ്പർ ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റിയ സൈഡ് നിങ്ങൾക്ക് ലാസ്റ്റ് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പരത്തിയിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്ന ഈ ഒരു സൈസിലും നിങ്ങൾക്ക് റെഡിയാക്കി ഇടാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നഗറ്റ് ഞാൻ ഈ ഒരു സൈസാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യണമെന്ന് മൈദയിൽ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ മൈദയിൽ പ്രോപ്പറായിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയിലേക്ക് ആഡ് ചെയ്യുക. മുട്ടയിലേക്ക് ആഡ് ചെയ്ത് അതും നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ വേണം കോട്ട് ചെയ്യാൻ. ബ്രെഡ് ക്രംസ് എപ്പോഴും കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ സെയിം കൈ നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനും കേടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ വേറൊരു കൈ വെച്ച് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്കൊരു ബ്രൗണിഷ് കളർ കിട്ടി, നമ്മുടെ കട്ട്ലറ്റ് പോലെ. നിങ്ങൾ മാക്സിമം ബ്രെഡ് ക്രംസ് മേടിക്കാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പർ നഗറ്റ്സിൻ്റെ ഗോൾഡൻ കളർ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെയും കേരളത്തോടൊപ്പം ഇറ്റ്സ് മീ അഗൈൻ സൈനിങ് ഔട്ട്.